നമസ്കാരം. കൂത്താട്ടുകുളത്ത് CPM വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ CPM നേതാക്കൾ കൂട്ടത്തോടെ ജയിലിലേക്ക്. കലാരാജുവിനെ കടത്തിക്കൊണ്ടു പോകുന്നതിന് മുൻപ് വാഹനത്തിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിച്ചു എന്നതാണ് പോലീസിന്റെ FIR. മാരകമായി ദേഹോപദ്രവം ഏൽപ്പിച്ച ശേഷം കാറിൽ തട്ടിക്കൊണ്ടുപോയി എന്നും FIR-ൽ പറയുന്നു. സംഭവത്തിൽ CPM ഏരിയ സെക്രട്ടറി മുതൽ DYSP വരെ കുടുങ്ങുമെന്ന തരത്തിലേക്കാണ് റിപ്പോർട്ടുകൾ പോകുന്നത്. കൂറുമാറും എന്ന ഭയത്താൽ CPM കൗൺസിലറെ അവരുടെ തന്നെ പാർട്ടി സഖാക്കൾ ആക്രമിക്കുകയും തട്ടിക്കൊണ്ടുപോകുകയും ചെയ്ത നിന്ദ്യവും അതിക്രൂരവുമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ അവരെ വലിച്ചിഴയ്ക്കുകയും സാരി വലിച്ചു പറിക്കുകയും കൊല്ലട എന്ന് ആക്രോശിക്കുകയുമായിരുന്നു. സംഭവത്തിൽ CPM-ന്റെ കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ്, നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്, CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ഫെബീഷ് ജോർജ് തുടങ്ങി കണ്ടാലറിയാവുന്ന 45 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ, ദേഹോപദ്രവമേൽപ്പിക്കൽ, നിയമവിരുദ്ധമായി സംഘം ചേർന്നു എന്നീ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. മറ്റേതെങ്കിലും കേസുകൾ കൂടി ഈ പ്രതികൾക്ക് നേരെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കലാരാജുവിന്റെ പരാതിയിലാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മക്കൾ നൽകിയ പരാതിയടക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിനു പുറമെ കലാരാജു എന്ന സ്ത്രീയെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചതിനുള്ള കേസുകൾ വനിതാ കമ്മീഷൻ അടക്കം എടുക്കുന്ന സാഹചര്യത്തിൽ ഈ നേതാക്കളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ജയിലിൽ അടയ്ക്കപ്പെടും എന്ന് തന്നെയാണ് സംഭവത്തിൽ അറിയാനാവുന്നത്. സംഭവത്തെക്കുറിച്ച് ഇരയാക്കപ്പെട്ട കലാരാജു പറയുന്നത് ഇങ്ങനെയാണ്: കൂറുമാറും എന്ന ഭയത്താൽ CPM-കാർ തട്ടിക്കൊണ്ടുപോയത് വളരെ മോശമായി പോയി എന്ന് കൗൺസിലർ കലാരാജു പ്രതികരിച്ചു. താൻ പൊതുമധ്യത്തിൽ ആക്രമിക്കപ്പെട്ടുവെന്നും തന്നെ കൊന്നുകളയണമെന്ന് ആക്രോശിച്ചുവെന്നും കലാരാജു പറഞ്ഞു. അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വന്നത്. പ്രമേയത്തിൽ നിന്നും മാറി നിൽക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നില്ല. എതിർപ്പുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, എന്നാൽ ഇതുപോലെയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതിന്റെ ആഘാതമാണ് ഇപ്പോഴും തനിക്ക്. എന്റേതായ വ്യക്തമായ നിലപാടുകളുള്ള ആളാണ് ഞാൻ. 25 വർഷക്കാലമായി CPM എന്ന പാർട്ടിയിലുണ്ട്. എന്റെ നിലപാട് വ്യക്തമാക്കിയപ്പോഴാണ് എതിർപ്പുകൾ ഉയർന്നു വന്നത്. പൊതുമധ്യത്തിൽ വസ്ത്രാക്ഷേപം നടത്തി. അവളെ കൊന്നു കളയട എന്ന് പറഞ്ഞുകൊണ്ട് ലോക്കൽ സെക്രട്ടറി ആക്രോശിക്കുന്നത് കേട്ടു. ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ പറയുന്നത് അവരറിഞ്ഞില്ല എന്നാണ്. പക്ഷേ എന്നെ വണ്ടിയിലേക്ക് വലിച്ചിഴച്ചത് വൈസ് ചെയർമാനായിരുന്നു. മുടിക്കുത്തിന് പിടിച്ച് വലിച്ചിഴച്ചാണോ പാർട്ടി ഓഫീസിലേക്ക് പോകാൻ പറയുന്നത് എന്നും കലാരാജു ചോദിക്കുന്നു. ഒരു സ്ത്രീയോടും ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ കൂത്താട്ടുകുളം നഗരസഭയിൽ കഴിഞ്ഞ ദിവസം നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. LDF ഭരണസമിതിക്കെതിരെ കഴിഞ്ഞ ദിവസം അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് നാടകീയമായ കടത്തിക്കൊണ്ടുപോകലും സംഘർഷ അവസ്ഥയും ഉടലെടുത്തത്. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു സംഭവം. UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന സംശയത്തെ തുടർന്ന് LDF കൗൺസിലർ കലാരാജുവിനെ CPM പ്രവർത്തകർ കടത്തിക്കൊണ്ട് പോകുകയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം CPM ഓഫീസിൽ നിന്നാണ് കൗൺസിലർ കലാരാജു പുറത്തു വന്നത്. കൂത്താട്ടുകുളം നഗരസഭാധ്യക്ഷ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് എന്നിവർക്കെതിരെ UDF നൽകിയ അവിശ്വാസ പ്രമേയമാണ് ചർച്ച ചെയ്യാനിരുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ UDF കൗൺസിലർമാർക്ക് പോലീസ് പ്രത്യേക സുരക്ഷ ഒരുക്കിയിരുന്നുവെങ്കിലും സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു.